എനിക്ക് ഈ ഫ്രീഡം കിട്ടിയത് എങ്ങനെയാണ്? ജേർണി ഓഫ് മൈ ഫ്രീഡം. ട്രാവൽ ചെയ്യാൻ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. ചേച്ചി എങ്ങനെയാ വീട്ടുകാരെ കൺവിൻസ് ചെയ്തേ? ഒക്കെ നിങ്ങളെ വീട്ടുകാരെക്കാട്ടിയും നിങ്ങളുടെ സാഹചര്യത്തിനെക്കാട്ടിയും മോശം സാഹചര്യമായിരുന്നു എൻ്റെത്. അന്ധവിശ്വാസികളായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ. എൻ്റെ ഒരു ചെറിയൊരു പ്രേമം, അത് ചെറിയ ടെൻഷൻ അടിക്കേണ്ടത്, അയ്യോ എൻ്റെ മോക്ക് വേറെ എന്തോ കുഴപ്പമുണ്ടെന്നുള്ളത്. കോളേജ് ബസ്, വീട്. ഫസ്റ്റ് സെമ്മിൽ ഞാൻ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒതുങ്ങിക്കൂടി ചില സമയമൊക്കെ ആലോചിക്കും, ഞാൻ എന്തിനു കള്ളം പറയണം? പെൺകുട്ടികൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യേ, ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോയി. ഞാൻ ലുലുവിൽ പോയൊരു സിനിമ ഉണ്ട്, അതിനാണ് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഓരോന്ന് ചെയ്തത് കൊണ്ടിട്ടാണ് എൻ്റെ വിവാഹ ജീവിതം അങ്ങനെ ആയിപ്പോയത്. ഒബ്വിയസ്ലി അവർ പറയുന്നത് നമ്മൾ കേൾക്കണം, കേട്ടേ പറ്റൂ. ഒരുപാട് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. സംടൈംസ് എനിക്ക് എൻ്റെ ഉമ്മയൊക്കെ ഭയങ്കരമായിട്ട് വെറുപ്പിക്കേണ്ടി വരാറുണ്ട്. ഒന്ന് അനങ്ങാൻ പോലുള്ള ഫ്രീഡം ഇല്ലായിരുന്ന ഞാൻ 10 വർഷങ്ങൾക്കിപ്പുറം. ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഞാനിപ്പോൾ ഊട്ടിയിലാണ്. ഞാനൊരു സോളോ ട്രിപ്പിലാണ്. ഞാൻ എൻ്റെ 2ാമത്തെ സോളോ ട്രിപ്പ് വന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല ക്ലൈമറ്റാണ്. ഞാൻ വളരെ നല്ലൊരു, ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എവിടെ നോക്കിയാലും നല്ല അടിപൊളി വ്യൂ ആണ്. സോ ഇവിടെ വെച്ച് തന്നെ ഇതുമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. വീഡിയോ അബൌട്ട് എനിക്ക് ഈ ഫ്രീഡം കിട്ടിയത് എങ്ങനെയാണ്, ദ ജേർണി ഓഫ് മൈ ഫ്രീഡം. അതായിരിക്കും കറക്റ്റ്. ദ ജേർണി ഓഫ് മൈ ഫ്രീഡം. എൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് എനിക്ക് ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു ഐഡിയ വന്ന എപ്പോഴെന്ന് പറഞ്ഞാൽ, എനിക്കിങ്ങനെ ഞാൻ ഈ അന്ന് ഗവിക്ക് പോയ സോളോ ട്രിപ്പിൻ്റെ വീഡിയോ ഇട്ടപ്പോഴും ഒക്കെയും എനിക്കിങ്ങനെ പേഴ്സണൽ DM വരുമായിരുന്നു. ലൈക്ക് വീട്ടിൽ സമ്മതിക്കത്തില്ല, ട്രാവൽ ചെയ്യാൻ വീട്ടുകാർ സമ്മതിക്കുന്നില്ല, ചേച്ചി എങ്ങനെയാ വീട്ടുകാരെ കൺവിൻസ് ചെയ്തേ, ഒന്ന് പറഞ്ഞു തരുമോ, അങ്ങനെയൊക്കെ ചോദിച്ചൊരുക്കുക. കുറച്ച് പെൺകുട്ടികളാണ് ചോദിക്കുന്നത്. എല്ലാവർക്കും ഒരു വിചാരമുണ്ട്. അവരെ ചോദിക്കുമ്പോൾ അവരുടെ മനസ്സിലെന്താണ്, എനിക്ക് നല്ല ഫ്രീഡം ഉണ്ട്, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാം, ആൻഡ് ഐ ആം സോ ലക്കി എന്നൊക്കെ ഒരു തോന്നൽ വരും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാം, ബട്ട് ഐ ആം നോട്ട് ലക്കി ഇൻ ദിസ് കേസ്. ആൻഡ് എനിക്കിത് പെട്ടെന്ന് അങ്ങ് കിട്ടിയൊരു സംഭവമല്ല. വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് വർഷത്തെ എൻ്റെ കാത്തിരിപ്പാണ്. എനിക്കിപ്പോൾ 27 വയസ്സായി. ഒരു 26-ലാണ് എനിക്ക് ആ ഒരു ഞാൻ വിചാരിക്കുന്ന രീതിയിൽ അതായത് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്ത് ജീവിക്കാൻ ആരുടെയും പെർമിഷൻ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ പെർമിഷൻ ചോദിക്കാറില്ല. ഐ എം ജസ്റ്റ് ഇൻഫോമിങ് ദാറ്റ്. അതാണ് വന്നൊരു ചേഞ്ച്. പെർമിഷൻ ചോദിക്കുന്നതിന്, പോട്ടെ എന്ന് ചോദിക്കുന്നതിന് പകരം ഞാനത് ഇൻഫോം ചെയ്യുകയാണ്, ഞാൻ പോവുകയാണ്. അതാണ് ഞാൻ കൊണ്ടെത്തിച്ചത്. അപ്പോൾ എൻ്റെ ഒരു ജേർണി പറയുകയാണെങ്കിൽ ഞാൻ പറയാണ്, കുട്ടികളെ, ഒന്നും നിങ്ങളെക്കാട്ടിയൊക്കെ, നിങ്ങളെ വീട്ടുകാരെക്കാട്ടിയും നിങ്ങളുടെ സാഹചര്യത്തിനെക്കാട്ടിയും മോശം സാഹചര്യമായിരുന്നു എൻ്റെത്. പ്രത്യേകിച്ച് മൈ ഫാമിലി, പ്രത്യേകിച്ച് ഐ എം എ മുസ്ലിം ഗേൾ. അപ്പോൾ എൻ്റെ വീട്ടുകാർ, എൻ്റെ വാപ്പ ഉമ്മ ഒക്കെ അത്യാവശ്യം റിലീജിയസ് ആണ്. അനാവശ്യമായിട്ട് റിലീജിയസ് അല്ല, അന്ധവിശ്വാസികളല്ല. അതുകൊണ്ട് തന്നെ വാപ്പാടെയും ഉമ്മാടെയും കൺസേൺ ഒരിക്കലും പെൺകുട്ടിയാണ്, അടങ്ങി വീട്ടിൽ ഇരിക്കണം എന്നതിലുപരി ഈ അന്ധവിശ്വാസികളായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ, അയ്യോ നാട്ടുകാരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, നീ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആൾക്കാരെന്തോ പറയും, അതാണ് അവരുടെ കൺസേൺ. അവർ സൊസൈറ്റീനെ ഭയങ്കരമായിട്ട് കൺസേൺ ചെയ്യുന്നുണ്ടായിരുന്നു. അതായിരുന്നു അവരുടെ പ്രശ്നം. പേഴ്സണലി അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. വീട്ടിലങ്ങനെ ഒരു പിടിച്ചു കെട്ടി വളർത്തുന്ന അങ്ങനത്തെ ഒരു ഇത് കുഞ്ഞിലേ ഇല്ല. പക്ഷേ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ ഞാൻ സ്കൂളിൽ പോകുന്നുണ്ട്. നമ്മൾ സ്കൂളിലൊന്നും പോകുന്ന സമയത്ത് നമുക്ക് അതിനു മാത്രം ഫ്രീഡത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മൾ എന്താ പറയുക, ഞാനന്ന് അങ്ങനെ ആ പ്രായത്തിലൊന്നും ഞാൻ ഫ്രണ്ട്സുമായിട്ടൊന്നും പുറത്ത് ചില്ല് ചെയ്യാനോ അങ്ങനെയൊന്നും പോയിട്ടില്ല.
ജസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ വല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി സ്കൂളിൻ്റെ അടുത്തൊക്കെ ഉള്ള ബേക്കറിയിലൊക്കെ പോകുന്നു അല്ലാണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു തോട്ട് എനിക്കില്ലായിരുന്നു. ഞാൻ ഒരു ഒരു കുട്ടി, ഒരു ചെറിയ കുട്ടിയെ പോലെ തന്നെ ആയിരുന്നു എനിക്ക്. ആൻഡ് എൻ്റെ 12th കഴിഞ്ഞതിന് ശേഷം എനിക്ക് അന്നുണ്ടായിരുന്ന എൻ്റെ ഒരു ചെറിയൊരു പ്രേമം, അത് ചെറിയ പ്രേമമായിരുന്നു തുടങ്ങിയത്. ആൻഡ് അതെല്ലാവരും കൂടെ ഇടപെട്ട് അത് വഷളാക്കി, അത് വലിയൊരു പ്രശ്നമാക്കി. ലാസ്റ്റ് ആ ഒരു പ്രേമത്തിൻ്റെ പേരിൽ ഞാൻ ലോക്ക്ഡായി, എൻ്റെ വീട്ടിൽ ലോക്ക്ഡായി. എനിക്ക് ഒന്നിനുള്ള പെർമിഷൻ ഇല്ലാണ്ട് ഞാൻ കംപ്ലീറ്റ്ലി സ്റ്റക്കായി പോയി എൻ്റെ വീട്ടിൽ. അപ്പോൾ ജസ്റ്റ് പുറത്ത് ഫ്രണ്ട്സിനോട് പോകുന്നതിലുപരി ഈവൻ എനിക്ക് എൻ്റെ വീട്ടിൻ്റെ വെളിയിൽ ഇറങ്ങാൻ പോലുമുള്ള, അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു കടയിൽ പോയി സാധനം മേടിക്കാൻ പോലുമുള്ള ഒരു പെർമിഷൻ എനിക്ക് ഇല്ലായിരുന്നു. അത്ര രീതിയിൽ എന്നെ അവർ ലോക്കാക്കി കളഞ്ഞു. എൻ്റെ വീട്ടുകാർ തന്നെയാണത്, അത് വേറെ ആരും ഞാൻ പറയുന്നില്ല. ഐ ഡോണ്ട് നോ വൈ ദേ ഡിഡ് ദാറ്റ്. സ്വാഭാവികമാണ് ആ ഒരു പ്രായത്തിൽ, എന്താ പറയുക, നമുക്കൊരു അഫെക്ഷൻസ് തോന്നുന്നതും കാര്യങ്ങളൊക്കെ. നമുക്ക് തോന്നിയില്ലെങ്കിലാണ് പ്രശ്നം, തോന്നിയില്ലെങ്കിലാണ് പാരൻസ് ടെൻഷൻ അടിക്കേണ്ടത്, അയ്യോ എൻ്റെ മോക്ക് വേറെ എന്തോ കുഴപ്പമുണ്ടെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ രീതിയിലൊരു ലാഘവത്തിൽ അവർ മൈൻഡ് ചെയ്യാതെ വിട്ടിരുന്നെങ്കിൽ ഞാൻ ആസ് യൂഷ്വൽ കോളേജ് കഴിഞ്ഞ് അത് എൻ്റെ ഒരു ഇൻഫാക്ച്വേഷൻ ആണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് ഞാൻ എൻ്റെ വഴിക്ക് പോകുമായിരുന്നു. ഇത് അതിനെ അങ്ങ് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് ഭയങ്കര ഇഷ്യൂ ആക്കി. അങ്ങനെ ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അവർ കംപ്ലീറ്റ് എൻ്റെ ഫ്രീഡം, എന്നെ പിടിച്ചു വെച്ചു. ജയിലെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അവിടെ നിന്നൊരു 3 വർഷം എനിക്ക് ഇഷ്ടമുള്ള ഒന്നും എന്ന് പറഞ്ഞാൽ ഒന്നും, ഈവൻ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ, ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കാനോ, ഒരു സ്ഥലത്ത് യാത്ര ചെയ്യാനോ, ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനോ ഒന്നിനുള്ള പെർമിഷൻ ഇല്ലായിരുന്നു ഒരു 3 വർഷം. അതായത് എൻ്റെ 16, 17, 18, ആ ഒരു 19 ആ ഒരു സ്ഥലത്ത്. അങ്ങനെ അതിനുശേഷം ഞാൻ പഠിക്കാനൊന്നും പോയിട്ടില്ല, എന്നെ പഠിക്കാൻ വിട്ടിട്ടില്ല അവർ. അപ്പോൾ ആ ഒരു ജേണിക്ക് ശേഷം പിന്നെയാണ് എനിക്ക് എന്ത് വന്നാലും എനിക്ക് പഠിക്കാൻ പോകണം എന്നുള്ള രീതിയിൽ ഞാൻ അത്രയും വാശി ചെയ്ത്, ഞാൻ ഫൈറ്റ് ചെയ്ത്, ഈവൻ എന്നെ ഡിഗ്രിക്ക് വിടാൻ വേണ്ടിയിട്ടാണ്. അത്രയും ഞാൻ അതിനു വേണ്ടി ചെയ്തത് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ, എൻ്റെ ബിയോണ്ട്, എൻ്റെ എല്ലാ ലിമിറ്റും ക്രോസ് ചെയ്ത് എനിക്ക് പോകേണ്ടി വന്നു. എനിക്ക് അറ്റ്ലീസ്റ്റ് എൻ്റെ പഠിക്കാനുള്ള എൻ്റെ ഒരു റൈറ്റ് എനിക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവസാനം വാപ്പ കൺവിൻസ്ഡായി, എന്നെ പഠിക്കാൻ വിടാൻ സമ്മതിച്ചു. എൻ്റെ വീട്ടിന്, എൻ്റെ കുടുംബം, അതായത് എൻ്റെ വാപ്പ ഉമ്മ ആൾക്കാരെ കാട്ടിയും എൻ്റെ വാപ്പയുടെ ഫാമിലി ആയിരുന്നു കുറച്ചും കൂടി ഓർത്തഡോക്സ് ആയിട്ടുള്ള, അതായത് നമുക്ക് എല്ലാത്തിനും തടസ്സം നിൽക്കുന്ന, അതായത് പ്രശ്നക്കാരായിരുന്നത് അവരാണ്. അതായത് എൻ്റെ വാപ്പയുടെ ഫാമിലി ഭയങ്കര ഓർത്തഡോക്സ് ആണ്, സ്റ്റിൽ ദേ ആർ ലൈക്ക് ദാറ്റ്. അപ്പം നല്ല രീതിയിൽ എന്ന് വെച്ചാൽ അവരെയൊന്നും ഓവർടേക്ക് ചെയ്ത് എൻ്റെ വാപ്പ ഒരു ഡിസിഷനും എടുക്കത്തില്ല. അവരെയൊക്കെ എൻ്റെ ഉമ്മ ആണെങ്കിലും വാപ്പ ആണെങ്കിലും അവരെയൊക്കെ കൺസേൺ ചെയ്യുന്ന ആൾക്കാരാണ്. കുറേ റൂൾസും റെഗുലേഷൻസൊക്കെ വെച്ച് എന്നെ കോളേജിൽ വിട്ടു. 3 വർഷം ഗൈസ് ഞാൻ ഇങ്ങനെ മൂടിക്കെട്ടി എൻ്റെ കൈയും മുഖവും മാത്രം ഞാൻ പുറത്ത് കാണിച്ചാണ് ഞാൻ കോളേജിൽ പോയിരുന്നത്. എൻ്റെ ഇഷ്ടത്തിനല്ല ഞാൻ തലമറച്ചതും ഞാൻ അങ്ങനെ ഡ്രസ്സ് ചെയ്തതും, എൻ്റെ ഇഷ്ടത്തിനേ അല്ല. എന്നെ അത്രയും ഫോഴ്സ്ഫുള്ളി എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച സംഭവമാണ്. സോ ഞാൻ കോളേജിൽ പോയി, എനിക്ക് എങ്ങനെ വന്നാലും പഠിക്കണം, ഇത് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് 3 വർഷം, അപ്പോൾ ഈ 3 വർഷം പതുക്കെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കോളേജിൽ പോകാൻ തുടങ്ങി. ഫസ്റ്റ് ഇയറൊക്കെ പിന്നെയും നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു വീട്ടിൽ. ഒരിടത്തും വേറെ കോളേജ് അല്ലാണ്ട് വേറെ ഒരു സ്ഥലത്തും പോകാൻ പെർമിഷൻ ഇല്ല. ജസ്റ്റ് കോളേജ് ബസ്, വീട്, ഈ ഒരു റുട്ടീനാണ്. അതിൽ എവിടെയെങ്കിലും സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ വൻ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അതിന് മെനക്കെട്ടിട്ടുമില്ല. അപ്പോൾ ആ ടൈമിലാണ് നമ്മുടെ അക്ഷയനെയും നിധിനെയും കോളേജിൽ വെച്ച് ഞാൻ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയർ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. അക്ഷയ അടുത്തൊക്കെ ചോദിച്ചാൽ പറയും, ഞാൻ ആ ഫസ്റ്റ് സെമ്മിൽ ഞാൻ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒതുങ്ങിക്കൂടി, അയ്യോ ആരോടും ഉണ്ട്. കാര്യം ഈ 3 വർഷത്തെ ഒരു ബ്രേക്കിൽ ആരോടും ഞാൻ സഹകരിക്കാണ്ടും എടുക്കാണ്ടും എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു പോയൊരു സമയമായിരുന്നു. അങ്ങനെ ആദ്യത്തെ ഒരു സെമ്മിൽ ഞാൻ ഭയങ്കര റിസർവ്ഡ് ആയിരുന്നു. പക്ഷെ ഞാൻ ചെന്ന ആ ഗ്യാങ്, എൻ്റെ പിള്ളേരാണ് എന്നെ തിരിച്ചുകൊണ്ട് വന്നതും. ആക്ച്വലി പിന്നെയും എന്നെ സ്വപ്നം കാണാൻ വേണ്ടി എന്നെ സ്വപ്നം കാണാൻ വേണ്ടി എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ്, ഞാൻ ഭയങ്കര ബാക്ക് ടു എൻ്റെ പഴയ ആ ഒരു ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ സ്വപ്നങ്ങളിലോട്ടൊക്കെ ഞാൻ തിരിച്ചു വന്നത് അതിന് ശേഷമാണ്.
അപ്പോൾ ഞാനിപ്പം ഒന്നിനും അങ്ങനെ തർക്കിക്കുകയൊന്നുമില്ല. വീട്ടുകാർ നോ പറഞ്ഞാൽ ഓക്കെ നോ, ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. കാര്യം പഠിത്തം എങ്ങാനും ബ്രേക്ക് ആവും എന്നുള്ളൊരു പേടിയായിരുന്നു എനിക്ക്. എന്ത് വന്നാലും പഠിക്കണം എന്നുള്ളൊരു മൈൻഡായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഇയർ ആയി, സെക്കൻഡ് ഇയർ ആയപ്പോഴും വേറെ എവിടെയും ഒരു സ്ഥലത്ത്, അതായത് ഞാൻ എൻ്റെ ഈവൻ സിനിമയ്ക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോണത്. പല തരത്തിൽ ഞാൻ ഇന്നേ വരെ ആ സമയത്ത് ഞാൻ സിനിമയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പോയിട്ടില്ല. എവിടെ പോകുന്നെങ്കിലും ഞാൻ അവിടെയാണ് പോകുന്നത് എന്ന് പറഞ്ഞ് ഞാൻ പോയിട്ടില്ല. കാര്യം ഞാൻ അവിടെ തെറ്റൊന്നും ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെയാണ് പോകുന്നത്. പക്ഷേ എനിക്കത് പറയാൻ പറ്റത്തില്ല. നമ്മൾ എത്രത്തോളം നമ്മളെ കുട്ടികൾ പാരൻസിനെ നമ്മൾ കൺജസ്റ്റഡ് ആക്കി സ്ട്രിക്റ്റ് ആയിട്ട് അവിടെ നിൽക്കുന്നോ അപ്പോഴാണ് അവർ പിന്നെയും അവരൊന്നും ഓപ്പണായിട്ട് നിങ്ങളോട് പറയാതിരിക്കുന്നത്. സോ ഏറ്റവും നല്ലത് നമ്മൾ പാരൻസ് കുട്ടികളുമായിട്ട് എപ്പോഴും അവരെന്ത് വന്നാലും അവർ നമ്മുടെ അടുത്ത് ഒന്ന് പറയാൻ വേണ്ടി ഒരു ബന്ധം, ആ ഒരു ബോണ്ട് വേണം കീപ്പ് ചെയ്യാൻ. ഞാൻ ചില സമയം ആലോചിക്കും, ഞാൻ എന്തിനു കള്ളം പറയണം? ഒരു സ്ഥലത്ത് ഒരു സിനിമയ്ക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും പോകുന്നു, ഞാൻ എന്തെങ്കിലും പഠിത്തത്തിൻ്റെ ആവശ്യത്തിന് എവിടെയെങ്കിലും പോകുന്നു, ആരെങ്കിലും ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞായിരിക്കും പോകണം. അതിന് തന്നെ അയ്യോ ഉമ്മയൊക്കെ പറയും എന്തിനു പോകുന്നത്, ഇപ്പം അതിൻ്റെ പോകേണ്ട ആവശ്യം എന്താണെന്നൊക്കെ ഉള്ള രീതിയിൽ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാക്കുമായിരുന്നു വീട്ടിൽ. വാപ്പ ഉള്ളപ്പം വാപ്പ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ വാപ്പ ആ സമയം ഗൾഫിലായിരുന്നു, ഞാൻ മെനക്കെടത്തില്ല, ചോദിക്കത്തില്ല, വെറുതെ ഒരു ഇഷ്യൂ ഞാൻ ഇങ്ങനെ പറയും വാപ്പ വന്നു ഇനി ഞാൻ എവിടെയും വരത്തില്ല കേട്ടോ, ഞാൻ അങ്ങനെ ഞങ്ങൾ പറയും. ആൻഡ് സെക്കൻഡ് ഇയർ ആയി, പിന്നെയാണ് കോവിഡ് വരുന്നതും. കോവിഡ് വന്നു പിന്നെ എല്ലാവരും എന്നെ പോലെയായി, ലോക്ക്ഡായി. ഞാൻ ഓൾറെഡി ലോക്ക്ഡൗൺ ആയിരുന്നു. കോവിഡ് വന്നപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഫീലിംഗ് ഒന്നും എനിക്ക് വന്നില്ല. ഇതിൻ്റെ അപ്പുറം ലോക്ക്ഡൗണും ക്വാറന്റൈനൊക്കെ നമ്മൾ കടന്നു വന്നിട്ടുള്ളതാണ്. ആൻഡ് ഓക്കെ, അപ്പോൾ അതിനുശേഷം പിന്നെ കോവിഡിൻ്റെ സമയം കഴിഞ്ഞു, എക്സാമൊക്കെ പോയി എഴുതി. ഞാൻ ഓൾ ക്ലിയർ ആയിരുന്നു, ഒരു സബ്ജക്റ്റ് പോലും എനിക്ക് സപ്ലി ഇല്ലാണ്ടാണ് ഞാൻ പാസ്സായത്. ഞാനപ്പോൾ എൻ്റെ എക്സാമിൻ്റെ എനിക്ക് എങ്ങനെയും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം, അതായിരുന്നു എൻ്റെ ഇവരുടെ അടുത്തൊക്കെ തർക്കിച്ച് നിന്നും ഫ്രീഡം എടുക്കാൻ എൻ്റെ സമയം വേസ്റ്റ് ആക്കാണ്ട് ആക്ച്വലി ഐ വോണ്ട് ടു സെറ്റ് മൈ ബേസ്. ആദ്യം എൻ്റെ ബേസ്, ഞാൻ അവരെ ചിലവിലാണ് ഞാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്, എൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്, എൻ്റെ പാരൻസാണ് എനിക്ക് എന്താവശ്യത്തിനും, എനിക്ക് വേറെ ഇൻകം ഇല്ല, ഒന്നുമില്ല. സോ ഐ വോണ്ട് ടു ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. അതായിരുന്നു എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയൊരു ഗോൾ. എൻ്റെ എക്സാം, അതായത് എൻ്റെ 6th സെമ്മിൻ്റെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുമ്പേ തന്നെ ഞാൻ ഇൻ്റർവ്യൂവിന് നോക്കാനും പോകാനൊക്കെ തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് ഇൻ്റർവ്യൂ എനിക്ക് ഒരുപാട് ദൂരം എന്നെ വിടാത്തത് കൊണ്ടിട്ട് ഞാൻ അടുത്തുള്ള തന്നെ ഇതേപോലെ ഒരു കൺസൾട്ടൻസിയിൽ ഇങ്ങനെ ഒരു ജോബ് ഓഫർ കണ്ട് ഞാനത് അപ്ലൈ ചെയ്തു. ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോകുന്നത് എന്ത് പറഞ്ഞിട്ടാണെന്നറിയോ, ഞാൻ ആറ്റിങ്ങൽ എവിടെയോ എന്തെങ്കിലും സാധനം മേടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് ഇൻ്റർവ്യൂവിന്. അപ്പം ഞാൻ ആലോചിക്കണം, ഞാനവിടെ ഒരു തെറ്റുമല്ല ചെയ്യുന്നത്, എന്നാൽ പോലും എനിക്ക് എന്താണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള സത്യം എൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ട് പോകാൻ പറ്റുന്നില്ല. അതാണ് അവസ്ഥ. പറഞ്ഞാൽ അത് മുടക്കും അത് അനുവദിക്കില്ല എന്നുള്ളൊരു പേടി കാരണമാണ് ഞാനത് പറയാണ്ട് ശീലിച്ചത്, കള്ളം പറഞ്ഞ് ശീലിച്ചത്. ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ അല്ല പോകുന്നത് എന്ന് പറഞ്ഞ് ശീലിച്ചത്. ബിക്കോസ് അവർ തന്നെയാണ് അതിൻ്റെ റീസൺ. എനിക്കത് പറയാൻ ഒരു തരത്തിലും യാതൊരു മോശപ്പെട്ട രീതിയിലും അല്ല പോകുന്നത്. എൻ്റെ വളരെ ജെന്യൂൻ ആയിട്ടുള്ളൊരു കാര്യത്തിന് പോവുകയെങ്കിൽ പോലും ഞാനവിടെ കള്ളം പറഞ്ഞിട്ട് പോകേണ്ടി വരുന്നത് സോൺലി ബിക്കോസ് ഓഫ് ദം. ആൻഡ് അങ്ങനെ ഞാൻ ആ ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് പോയി. എനിക്കന്ന് എൻ്റെ ഫസ്റ്റ് സാലറി വാസ് 7,000 rupees only. ആൻഡ് ഞാൻ അതൊന്നും നോക്കിയില്ല, എനിക്കതൊന്നും വിഷയമല്ല. ഞാൻ ഓക്കെ പറഞ്ഞു, ഞാൻ വന്നു. ആൻഡ് ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ജോബ്. അന്ന് ഞാൻ ആ ജോലിക്ക് പോയി, എൻ്റെ കയ്യിൽ പൈസ വരാൻ തുടങ്ങി. ഐ സ്റ്റാർട്ടഡ് ഏർണിങ്. അപ്പോൾ ചെറിയ തോതിലൊക്കെ എൻ്റെ അടുത്തുള്ള ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ മാറി തുടങ്ങി. ഞാനും പതുക്കെയാണ് എല്ലാം ചെയ്തത്. ഒരൊറ്റ അടിക്ക് ഞാൻ എനിക്ക് ഫ്രീഡം വേണം, ഞാൻ ഇന്ന് അവിടെ പോകാൻ പോകണം, ഞാൻ ഇവിടെ പോകാൻ പോകണം എന്നല്ല ഞാൻ ചെയ്തത്. വളരെ സ്ലോലി ആ ഒരു സമയത്ത് കുറച്ചും കൂടി എനിക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടി. എന്താ പറയുക, ആ ഒരു ടൈമിൽ ആ സമയത്ത് ഞാൻ നമ്മുടെ അക്ഷയ്, നിധി അവരൊക്കെ ആയിട്ടൊക്കെ അത്യാവശ്യം കുറച്ചൊക്കെ പുറത്തോട്ടൊക്കെ പോവാനും അങ്ങനത്തെ ഒക്കെ ഉള്ള രീതിയിലൊക്കെ ഞാൻ പോയി തുടങ്ങി. ആൻഡ് അതിനുശേഷം ഞാൻ പിന്നെ എൻ്റെ അടുത്ത ജോബിന് പോയി. എനിക്ക് ട്രിവാൻഡ്രത്ത് ഒരു ജോബ് കിട്ടി, ഞാൻ അങ്ങോട്ട് മാറി. ആൻഡ് അവിടെ എത്തിയതിന് ശേഷം വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയൊക്കെ പോയി ജോലി ചെയ്യല്ലേ.
അപ്പോൾ പതുക്കെ പതുക്കെ എന്താ പറയുക, ഞാൻ പതുക്കെ ഓരോ ആവശ്യങ്ങൾ ഞാനിങ്ങനെ പോകാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ പെർമിഷൻ ചോദിക്കുന്നതിന് പകരം ഞാനത് ഇൻഫോം ചെയ്യാൻ തുടങ്ങി. അതിനുശേഷമാണ് ഞാൻ അവിടെ ട്രിവാൻഡ്രത്ത് പി ജിയിൽ നിന്നിട്ടുണ്ട്. പോയി വരാനുള്ള ബുദ്ധിമുട്ട് കാരണം പി ജിയിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ പി ജിയിൽ നിൽക്കുമ്പോഴേക്കും ഒബ്വിയസ്ലി എനിക്ക് ഇഷ്ടത്തിന് എനിക്ക് എന്ത് വേണോ ചെയ്യാം. അപ്പോൾ ആ പി ജിയിലൊക്കെ നിൽക്കാൻ അവർ സമ്മതിച്ചു. എന്നെ അന്ന് ആ പിടിച്ചു വെച്ച ആൾക്കാരൊക്കെ തന്നെയാണ് ഇതൊക്കെ അലോ ചെയ്തത്. സോൺലി ബിക്കോസ് ഓഫ് ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ടാണ്. അതാണ് അവിടെ വന്നൊരു മേജർ ചേഞ്ച്. കാര്യം എനിക്കൊരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ വാപ്പടുത്ത് പോയി പൈസ ചോദിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഞാനിപ്പോൾ പറയുകയാണ് എനിക്ക് പി ജിയിൽ പോയി നിൽക്കണം, വാപ്പ പേ ചെയ്യണ്ട, ഞാൻ തന്നെ റെൻറ്റ് ഞാൻ തന്നെ മീറ്റ് ചെയ്തോളാം, എൻ്റെ എക്സ്പെൻസൊക്കെ ഞാൻ തന്നെ മീറ്റ് ചെയ്യുന്നുണ്ട്. സോ അവർക്കവിടെ അതിൻ്റെ ആവശ്യം വന്നില്ല. ഞാനതുകൊണ്ട് പെർമിഷൻ ചോദിക്കാനും അധികം അങ്ങ് അതിനെ എന്താ പറയുക, ചോദിച്ച് അവർ ശീലമാക്കില്ല. പതുക്കെ ഞാനത് ഇൻഫോം ചെയ്ത് അവരെ അങ്ങ് യൂസ്ഡ് ആക്കി. ഇപ്പോഴും എൻ്റെ വാപ്പായും ഉമ്മായും ആലോചിക്കുമായിരിക്കും ഏത് പോയിന്റിലാണ് നമ്മൾ ഇവർക്ക് ഇത്രയും ഫ്രീഡം കൊടുത്ത് തുടങ്ങിയെന്ന് അവരിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. കാര്യം അവർ പോലും അറിയാതെ ഞാൻ അവരെ ഇങ്ങനെ നൈസിന് മാറ്റിയെടുത്തതാണ്. കുറേ എഫേർട്ട് എൻ്റെ പിന്നിലുണ്ടായിരുന്നു. കുറേ ക്ഷമയോടെ ഞാൻ വെയിറ്റ് ചെയ്തു. ഗിവപ്പ് ചെയ്ത് കൊടുത്തില്ല ഞാൻ. പതുക്കെ ആൻഡ് ഞാൻ വിചാരിച്ച ആ ഒരു സ്റ്റേജിൽ എനിക്ക് എത്താൻ പറ്റി. ലൈക്ക് എനിക്ക് പോകണമെങ്കിൽ എനിക്ക് പോവാം, പൈസ മാത്രമേ മാറ്റർ ഉള്ളൂ, എൻ്റെ ഈ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ട്രാവൽ ചെയ്യാം എന്നുള്ളൊരു സ്ഥിതിയിലെത്തി. അതിനുശേഷമാണ് പിന്നെ കല്യാണം കഴിക്കുന്നത്. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലല്ല ഞാൻ അധികം നിന്നിട്ടുള്ളത്. പക്ഷെ എന്നാൽ പോലും ഞാൻ എൻ്റെ പുള്ളി, അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ കൂടെ അല്ലാണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നതൊക്കെ ഭയങ്കര രീതിയിൽ അത്. പിന്നെ എൻ്റെ വാപ്പ പിന്നെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞോലും നോക്കത്തില്ല. പിന്നെ നീയായി നിൻ്റെ പാടായി എന്താന്ന് വെച്ചാൽ അയക്കോ, ആ ആറ്റിറ്റ്യൂഡാണ് എൻ്റെ വാപ്പ. പിന്നെ ഒരു കാര്യത്തിലും വാപ്പ ഇടപെടത്തില്ല. അതുകൊണ്ട് എൻ്റെ വീട്ടുകാരുടെ സൈഡിൽ നിന്ന് എനിക്ക് യാതൊരു തരത്തിലുള്ള കമ്പൽഷനോ ഒരു സ്ട്രിക്റ്റോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇഫ് ഐ എം ടേക്കിംഗ് ടു ദ സൈഡ് ഓഫ് മൈ എക്സ് ഹസ്ബൻഡ് ഫാമിലി സൈഡ്, പെൺകുട്ടികൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യേ, ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോവാ. ഞാൻ ലുലുവിൽ പോയൊരു സിനിമ ഉണ്ട്, അതിനാണ്. പെൺകുട്ടികൾ അങ്ങനെ പോകാൻ പാടുണ്ടോ? എൻ്റെ ഉമ്മാടുത്ത് ആരെന്ന് ഞാൻ പറയുന്നില്ല, പുള്ളിയുടെ ഫാമിലിയിലുള്ള ഒരാൾ എൻ്റെ ഉമ്മാടുത്ത് ഈ ഒരു ഇഷ്യൂസൊക്കെ നടക്കുന്ന സമയത്ത് അവർ വിളിച്ച് പറഞ്ഞതാണ്, അവൾ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകലും ഷോപ്പിങ്ങിന് പോകലൊക്കെ ആണെന്ന്. ഞാൻ എന്തോ ഒരു ഭയങ്കര വലിയ തെറ്റ് ചെയ്ത പോലെ അവരെൻ്റെ അടുത്ത് എൻ്റെ ഉമ്മാടുത്ത് പറയാണ്. എൻ്റെ ഉമ്മ കേട്ടിട്ടേ അതിന് ആ ഒരു ആറ്റിറ്റ്യൂഡാണ് എൻ്റെ ഉമ്മ. അപ്പോൾ എന്നെ കെട്ടിച്ചു വിട്ടത് അതുപോലത്തുള്ള ഒരു ഫാമിലിയാണ് ഞാൻ കെട്ടിച്ചു വിട്ടത്. പിന്നെ ഞാൻ അവരെ വീട്ടിലധികം നിന്നിട്ടില്ല, ഇവിടെയാണ് നിന്നിട്ടുള്ളത്. അപ്പോഴെന്നാൽ പോലും ഞാൻ ആ സമയത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം പുള്ളിയുടെ പെർമിഷൻ മാത്രം ഞാൻ ചോദിച്ചു പോയിട്ട്, പക്ഷെ അതൊക്കെ ഭയങ്കര ചരിത്രമായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കുറേ കോൺട്രവേഴ്സികൾ സൃഷ്ടിച്ചിട്ടുണ്ട് ആ ടൈമിൽ. അല്ലെങ്കിലും ഡിവോഴ്സിൻ്റെ സമയത്ത്, അതായത് നമ്മളെ സെപ്പറേഷൻ ടൈമിലൊക്കെ അതൊക്കെ പുറത്ത് വന്നു. എല്ലാ അടിയിരുന്നതൊക്കെ പുറത്ത് വന്നു. എൻ്റെ മണ്ടയിൽ ഇങ്ങനെ ഞാൻ ചെയ്ത തെറ്റുകളായിട്ട് ഇങ്ങനെ വന്ന് നിന്നു. അത് ചെയ്തു, അതും ഇതൊക്കെയാണ് കാരണമെന്ന് എൻ്റെ ഉമ്മായും വാപ്പായും പറഞ്ഞപ്പോൾ, അവളങ്ങനെ നടന്നിട്ടാണ്, അവളവളെ തോന്നിയ പോലെ അവൾ നടന്നിട്ടാണ് എന്നുള്ള രീതിയിൽ അങ്ങനെയും കുറേ പഴി കേട്ട്. അപ്പോൾ ഞാനപ്പോൾ അവിടെ കുറച്ച് ശ്രദ്ധയോടെ ഇരുന്നു. എന്തൊക്കെയാണെങ്കിലും, ഞാൻ മാരീഡ് ആണെങ്കിലും ഞാൻ മാരീഡ് അല്ലെങ്കിലും, ഞാനിപ്പോൾ ട്രെയിൻ വരുന്നു ട്രെയിൻ കാണിച്ചു തരാം. ഞാൻ ആ ഒരു സമയത്ത്, ഈ സെപ്പറേഷൻ സമയത്ത് ഞാൻ തിരിച്ച് ഞാൻ വരുമ്പോൾ, ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ നിന്ന് കഴിഞ്ഞാൽ പഴയതിൻ്റെ പിന്നത്തെ അവസ്ഥയാകുമെന്ന് എനിക്കറിയാം. കാര്യം പിന്നെയും എവിടെയെങ്കിലും പോകുമ്പം എന്താ പറയുക, ഞാൻ അങ്ങനെയൊക്കെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഓരോന്ന് ചെയ്തത് കൊണ്ടിട്ടാണ് എൻ്റെ വിവാഹ ജീവിതം അങ്ങനെ ആയിപ്പോയെന്ന് പറയുന്ന എൻ്റെ പാരൻസിൻ്റെ അടുത്ത് ഞാൻ ഇനി ചെന്ന് നിന്നാൽ എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ വാപ്പാ ഞാനൊന്ന് പുറത്തു പോയിട്ട് വരട്ടെ, തീർന്ന്, അത് എവിടെ എന്തൊക്കെ ഞാൻ കാണണം. അപ്പം ഞാൻ ആ നേരം അതിനുള്ള ബുദ്ധി എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഐ വാസ് ലൈക്ക് തിങ്കിങ്, തിരിച്ച് വീട്ടിൽ പോകണ്ട, വീട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ സകലതും കയ്യിൽ നിന്ന് പോവും. കാര്യം ഇത്രയും വർഷം കൊണ്ട് എനിക്ക് കിട്ടിയൊരു സാധനമാണ് എൻ്റെ ഫ്രീഡം എന്ന് പറഞ്ഞത്. എന്തിനെക്കാട്ടി എനിക്ക് ഇമ്പോർട്ടൻസ് അതായിരുന്നു. ആൻഡ് അതില്ലെങ്കിൽ നമ്മൾ പിന്നെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല.
അത് കഴിഞ്ഞാണ് ഫിനാൻഷ്യൽ ഫ്രീഡം വരുന്നത്. ഈ പറഞ്ഞ ഫ്രീഡം ഉണ്ടെങ്കിലേ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, ഫ്രീഡം ഇല്ലെങ്കിൽ പൈസയും വെച്ചുകൊണ്ട് വീട്ടിലിരിക്കാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എനിക്കൊന്ന് ഒരാഴ്ചയെ ഞാൻ വീട്ടിൽ വന്ന് നിന്നിട്ടുള്ളൂ. ഞാൻ അപ്പം തന്നെ ട്രിവാൻഡ്രത്ത് PG എടുത്തു. ഞാൻ അവിടെയാണ് നിന്നത്. എറണാകുളത്ത് ഞാൻ പോകുന്നത് വരെയും ഞാൻ അവിടെയാണ് സ്റ്റേ ചെയ്തത്. ഞാൻ അധികം നമ്മൾ വീട്ടിൽ പോയി നിൽക്കുമ്പോഴാണ് ഓക്കെ, അതായത് നമ്മൾ ഒരുപാട് ആ സമയത്ത് ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ല. ചേച്ചി മറ്റേ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് കുടുംബിനിയാൻ വേണ്ടിയിട്ടിരുന്നതല്ലായിരുന്നോ. അപ്പം നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുമ്പോൾ ഒബ്വിയസ്ലി അവർ പറയുന്നത് നമ്മൾ കേൾക്കണം, കേട്ടേ പറ്റൂ, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്നില്ല. കയ്യിലുണ്ടായിരുന്ന എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ചൊക്കെ വെച്ച് ജീവിക്കുക എന്നുള്ള രീതിയിൽ ഞാനന്ന് കൊച്ചിയിൽ വിട്ടത്. കൊച്ചിയിൽ ഫുൾ ഓഫ് ഫ്രീഡം ആണല്ലോ. എനിക്ക് പിന്നെ ആരോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് അങ്ങനെ ഞാൻ അപ്പോഴും എൻ്റെ ആ ഒരു സാധനം ഞാൻ അവിടെ കോംപ്രമൈസ് ചെയ്തില്ല. എൻ്റെ ഫ്രീഡം ഞാൻ അവിടെ കോംപ്രമൈസ് ചെയ്തില്ല. എൻ്റെ മെൻ്റൽ സ്റ്റെബിലിറ്റി അത്രയും മോശമാണ്. എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കുന്നതാണ് എനിക്ക് ഏറ്റവും സേഫ്, അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുന്നതാണ് എനിക്ക് ഏറ്റവും എൻ്റെ അപ്പോഴത്തെ ഒരു അവസ്ഥയ്ക്ക് നല്ലതെന്ന് എനിക്ക് അറിയാഞ്ഞിട്ട് പോലും എനിക്ക് ഞാൻ നിന്നു കൊടുക്കാത്തതിൻ്റെ റീസൺ ഒന്നിതാണ്. കാര്യം നമ്മൾ വൺസ് നമ്മളെ കയ്യിൽ നമ്മളത് ബ്രേക്കാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. എന്ത് വന്നാലും തിരിച്ചു കിട്ടത്തില്ല. പിന്നെ ഞാൻ കുറേ പണിയൊക്കെ എടുത്ത് എന്തൊക്കെയോ പണിക്കൊക്കെ പോയിട്ടൊക്കെ കൊച്ചിയിലൊക്കെ സർവൈവ് ചെയ്തു. ആൻഡ് ദാറ്റ് ടൈം എൻ്റെ ഫ്രീഡം അതുപോലെ തന്നെ ഉണ്ട്. തിരിച്ച് ഞാൻ വീട്ടിൽ വന്നു. ഇപ്പോഴത്തെ എൻ്റെ ഒരു സാഹചര്യം പറയുകയാണ് എങ്കിൽ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. വരുമ്പോൾ പോലും എന്താ പറയുക, ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ പോലും ഇന്നിപ്പോൾ ഞാൻ ഞാൻ വന്നു. ഊട്ടിയിൽ വരുമ്പോൾ പോലും എന്നെ ഹാപ്പി ആയിട്ടല്ല എൻ്റെ വീട്ടുകാരെന്നെ യാത്ര അയക്കുന്നത്. നീ പോയിട്ട് വാ എന്നുള്ള രീതിയിലല്ല യാത്ര അയക്കുന്നത്. ഇതിനൊരുപാട് ഒരുപാട് അതിന് വേറെ കുറച്ച് സൈഡും ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഫ്രീഡം ഉണ്ട്, എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതേസമയം എനിക്കവിടെ ഇവരുടെ ഒന്നും ഗുഡ് സർട്ടിഫിക്കറ്റ് ഇല്ല. ഞാൻ ഇപ്പോഴും എൻ്റെ വീട്ടുകാർക്ക് സമാധാനം കൊടുക്കാത്ത, വീട്ടുകാരെ മനസ്സിലാക്കാത്ത, ഒരു തലതെറിച്ച് നടക്കുന്ന ഒരു അഹങ്കാരി പെണ്ണാണ് എൻ്റെ പിക്ചർ എല്ലായിടത്തും എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അല്ലാണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു പിക്ചർ അവിടെ ഉണ്ട്. ഇപ്പം നിങ്ങൾക്കിപ്പോൾ അങ്ങനെ ഒരു പിക്ചർ എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ നല്ല ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് എല്ലായിടത്തുനിന്നും വേണം. അച്ഛനും അമ്മയുടെ അടുത്തുനിന്ന് എപ്പോഴും നല്ല സർട്ടിഫിക്കറ്റ്, അച്ഛനും അമ്മേനെ സ്നേഹിക്കുന്ന നല്ല അടക്കം ഒതുക്കമുള്ള മോളായിട്ട് ജീവിക്കണം എന്ന് നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സാധനം കിട്ടത്തില്ല. കുറച്ചൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് ഇഷ്ടത്തിന് ജീവിക്കാൻ. എനിക്ക് ഇന്ന് ഈ ഒരു സ്റ്റേജിലോട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. സംടൈംസ് എനിക്ക് എൻ്റെ ഉമ്മായൊക്കെ ഭയങ്കരമായിട്ട് വെറുപ്പിക്കേണ്ടി വരാറുണ്ട്. അതായത് നല്ല രീതിയിൽ വെറുപ്പിക്കേണ്ടി വരാറുണ്ട്. പക്ഷെ ഞാൻ അവിടെ ഒന്നും ഒരിക്കലും തർക്കിക്കാൻ അധികം നിൽക്കത്തില്ല. ആർഗ്യുമെൻ്റ് ചെയ്ത് ഞാനിപ്പോൾ എന്ത് തെറ്റാ ചെയ്തേ, ഞാൻ പോണേനിപ്പോൾ അങ്ങനത്തെ രീതിയിലൊന്നും ഞാൻ അധികം ഇപ്പോൾ ഒന്നും തർക്കിക്കാറില്ല. ഐ എം ജസ്റ്റ് ഇൻഫോമിങ് ദാറ്റ് ഐ എം ഗോയിങ് എന്നുള്ള രീതിയിൽ. പക്ഷേ ഞാൻ ഇപ്പോഴും ആലോചിക്കും, ഇന്ന് ഞാൻ ഊട്ടിയിൽ വരാൻ നേരത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ആക്ച്വലി വാട്ട്സ് ദ പ്രോബ്ലം? സേഫ്റ്റി ഇഷ്യൂസ് കൊണ്ടിട്ടല്ല അവർ പോകുന്നതിനോട് എതിര് നിൽക്കുന്നതും പോകാൻ പാടില്ല എന്ന് പറയുന്നതും സേഫ്റ്റി ഇഷ്യൂസ് കൊണ്ടല്ല. മോർ ദാൻ ദാറ്റ് ദേ ആർ തിങ്കിങ് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നു, ഷീ ഈസ് ഡൂയിങ് അവൾക്ക് ഇഷ്ടത്തിന് അവൾ ജീവിക്കുന്നു എന്ന് പറയുന്നത് അവിടെ അതൊരു ബാഡ് ഇമേജ് ആണ്. എനിക്ക് ആൾക്കാരെന്ത് വിചാരിക്കും? എൻ്റെ അടുത്ത് ഇന്നലെ വിളിച്ചോണ്ട് പറയാണ്, നീ ഒറ്റയ്ക്കാണ് വന്നതെന്നുള്ളത് വീഡിയോയിൽ പറയല്ലേ എന്നുള്ളത്, നീ കോളേജിൽ നിന്ന് വല്ല ട്രിപ്പ് പോയെന്ന് പറയാന്നുള്ളത്. അതിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, മമ്മാക്ക് ഇവിടെ സേഫ്റ്റി അല്ല ഇഷ്യൂ. മമ്മാക്ക് അറിയാം ഞാൻ എവിടെ പോയാലും എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെന്നും ഞാൻ തിരിച്ച് വീട്ടിലെത്തുമെന്നുള്ളതും മമ്മാക്ക് അറിയാം. പക്ഷേ അമ്മയുടെ വിഷയം അതാണ്, മറ്റുള്ളവരെന്ത് ചിന്തിക്കും, മെയിൻലി എൻ്റെ വാപ്പാടെ കുടുംബക്കാരെന്ത് ചിന്തിക്കും, അവരെന്ത് പറയും, ഇവരെന്ത് പറയും, അതാണ് മെയിൻ തോട്ട്. അപ്പം അവരുടെ ആ ഒരു തോട്ടിന് വേണ്ടിയിട്ടും ഈ പറയുന്ന അവറ്റകൾക്ക് വേണ്ടിയിട്ടൊന്നും എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾ സാക്രിഫൈസ് ചെയ്ത് കളയാൻ എനിക്ക് പറ്റത്തില്ല എന്ന് ഞാൻ തീരുമാനിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ട്രാവൽ ചെയ്യാനും എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കാനും പറ്റുന്നത്. അപ്പം
ഇഫ് യു വാണ്ട് ഫ്രീഡം, സൊസൈറ്റിയിലുള്ള സ്റ്റീരിയോടൈപ്പിക് ആയിട്ടുള്ള പല കാര്യങ്ങളോടുകൂടി നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഇതുപോലത്തെ എന്താ പറയുക, ഒരു ജോലിയും കൂലിയും ഇല്ലാണ്ട് വീട്ടിൽ കയറി കുത്തിയിരുന്ന് ഇന്നേ വരെ ഒരു 5 പൈസ പോലും അധ്വാനിച്ചുണ്ടാക്കാത്ത കുറേ കുലസ്ത്രീകളുണ്ടല്ലോ, അന്നത്തിൻ്റെ വായിരിക്കുന്നതും കേട്ട് യു ഡോണ്ട് ഇവരെയൊക്കെ ഓവർടേക്ക് ചെയ്തിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യണം. വി ആർ നോട്ട് ഡൂയിങ് എനിത്തിങ് റോങ്, വി ആർ ജസ്റ്റ് ലിവിങ് അവർ സെൽഫ്. ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല, പ്രത്യേകിച്ച് ഞാൻ ഈ പറയുന്ന കുറച്ച് ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫാമിലി, നമ്മുടെ കേരളം, നമ്മുടെ കൾച്ചറിലുള്ള ഒരു ഫാമിലിയുടെ കാര്യം ഞാൻ പറയുന്നത്. ആരും യു ഗോ ആൻഡ് എൻജോയ് യുവർ സെൽഫ്, ലൈഫ് ഒന്നല്ലേ ഉള്ളൂ, അടിച്ചു പൊളിക്കുക, നീ പോയി ഫ്രണ്ട്സിനോടൊക്കെ അടിച്ചു പൊളിച്ചിട്ട് വാ എന്ന് പറയുന്നത് വളരെ ചുരുക്കം പാരൻസ് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് മോസ്റ്റ് ഓഫ് ദ പാരൻസും ഇതാണ് അവസ്ഥ. എന്തിനു പോകുന്നു, അതിൻ്റെ ആവശ്യം എന്തിനാ, എന്നാ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും, അതും ഇല്ല. സോ അവരുദ്ദേശിക്കുന്നത് വീട്ടിലിരിക്കുക. ഞാൻ ആലോചിക്കും, ഞാനൊരു കല്യാണം കഴിച്ച് കുറച്ച് മക്കളെയും പെറ്റ് നല്ലൊരു ഭാര്യയായിട്ട് നല്ലൊരു മരുമകളായിട്ട് ഏതെങ്കിലും ഒരുത്തൻ്റെ വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ ദേ വിൽ ബി സാറ്റിസ്ഫൈഡ്. അതാണ് അവരുദ്ദേശിക്കുന്ന ഹാപ്പിനെസ്സും, അതാണ് അവരുദ്ദേശിക്കുന്ന പാരൻസിന് സമാധാനം കൊടുക്കുന്ന രീതിയും. അതാണ് ഐ കാൻ ഡു ദാറ്റ്. ഇനി എന്തെന്നൊക്കെ പറഞ്ഞാലും ശരി, ഞാനൊരു കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു രീതിയിലുള്ള ഒരു കല്യാണം അല്ല ഞാൻ കഴിച്ചതും, ആ രീതിയിലുള്ള ഒരു മാരേജ് ലൈഫ് അല്ല ഞാൻ ലീഡ് ചെയ്യാൻ നോക്കിയതും, ഞാൻ ജീവിച്ചതും. സോ എവറിത്തിങ് ഈസ് ഇൻ അവർ ഹാൻഡ്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അതിനൊക്കെ ഉപരി യു ഹാവ് ടു ബി, ഇപ്പം അവരെ വാപ്പാടെയും ഉമ്മാടെയും ചെലവിൽ കഴിഞ്ഞിട്ട് അവരെ ഓവർടേക്ക് ചെയ്തൊന്നും ചെയ്യുന്നത് ഐ തിങ്ക് ദാറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. സോ ഫസ്റ്റ് യു ഷുഡ് ഹാവ് ടു, എന്താ പറയുക, ഫസ്റ്റ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക. ദെൻ പതുക്കെ സ്ലോലി ആ ഒരു ചങ്ങലകൾ പതുക്കെ ബ്രേക്ക് ചെയ്ത് പുറത്ത് കിടക്കുക. ഇന്നും എൻ്റെ വീട്ടിൽ ഈ സെയിം വാപ്പായും ഉമ്മായും വേറെ മക്കൾക്ക് ഈ ഒരു ഫ്രീഡം കൊടുക്കുന്നില്ല. ഇപ്പോഴും ഈവൻ എൻ്റെ ഇത്തായൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ലൈക്ക് വാപ്പാടത്ത് ചോദിക്കണമല്ലോ, വാപ്പാടത്ത് എന്ത് പറയും എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഞാനൊരു സിനിമയ്ക്ക് പോയിട്ട് വരട്ടെ എന്ന് ഞാൻ പറയുന്നതും, ഇപ്പം എൻ്റെ സിസ്റ്റർ ഒരാളൊന്ന് പറയുമ്പോഴും, എൻ്റെ മമ്മ ഒരേ മക്കളാണ് എങ്കിൽ പോലും എൻ്റെ മമ്മയുടെ ഫീലിങ്സ് ഡിഫറൻസ് ആണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് സിനിമയ്ക്ക് പോട്ടെ എന്നല്ലല്ലോ ഞാൻ ചോദിക്കുന്നത്. മമ്മ ഓക്കെ, ഐ എം ഗോയിങ് ഫോർ എ മൂവി, ഇങ്ങനെ എനിക്ക് സെയിം ഞാൻ ഇംഗ്ലീഷിലേ പറയുള്ളൂ. അതുമ്പോൾ മനസ്സിലാക്കി എടുത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ അവിടെ തിയേറ്റർ എത്തും. മമ്മ ഐ എം ഗോയിങ് ഫോർ എ മൂവി എന്ന് പറഞ്ഞിട്ട് ഞാൻ വരും. ചില സമയം പറയാറ് പോലും ഇല്ല, തിരിച്ചു വരുമ്പോഴായിരിക്കും പറയും. ഞാൻ എന്ന് വെച്ചാൽ അങ്ങനെ ഇപ്പോഴത്തെ നിലവിലെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞ് ശീലിപ്പിച്ചിട്ടില്ല. പോവുകയാണ്, ഇന്ന സ്ഥലത്താണ് പോണത്, ഇത്ര സമയം കഴിഞ്ഞ് തിരിച്ചു വരും, ഇന്നടുത്തൊക്കെ പോകും എന്നുള്ളതൊന്നും ഞാൻ പറയത്തില്ല. ഇറങ്ങാൻ നേരത്തെ മമ്മ പോണു, ഞാൻ പാപ്പ പോണു, ദാറ്റ്സ് ഇറ്റ്. ഞാൻ അധികം അവരെ അങ്ങനെ അപ്പോൾ ഞാനതങ്ങനെ ശീലിപ്പിക്കുമ്പോഴാണ് അയ്യോ അവളെന്തേ പറയാഞ്ഞേ പോയത് എന്നുള്ളൊരു തോട്ട് വരുന്നത്. അതുകൊണ്ട് ഇപ്പം എന്നെ കളഞ്ഞിട്ടേക്കുവാണ്. ബട്ട് ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. ആവശ്യത്തിനുള്ള രീതിയിൽ എൻ്റെ അമ്മയും പപ്പ എന്നെ കെയർ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഊട്ടിക്ക് വരാൻ നേരത്ത് ഡാഡി വാസ് നോട്ട്, എന്താ പറയുക, വാപ്പ ഭയങ്കര ഒപ്പോസ് ചെയ്തു എന്നെ. നോട്ട് ലൈക്ക് വേർഡ്സിലല്ല ഒപ്പോസ് ചെയ്തത്, പക്ഷെ അല്ലാണ്ട് തന്നെ വാപ്പ ഇങ്ങനെ എന്തു ആവാമല്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. മമ്മ ആണെങ്കിൽ മമ്മായും സെയിം തന്നെയാണ്, പ്രത്യേകിച്ചൊന്നും പറയത്തൊന്നുമില്ല. അല്ലെങ്കിൽ ഉമ്മ എങ്ങനെയാണ്, ഞാൻ പോകണ്ടെന്ന് പറഞ്ഞാൽ നീ പോവാതിരിക്കൂ, നീ പോവുമല്ലോ, ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പം ഞാനിങ്ങ് വരും. പക്ഷെ ഞാൻ വന്നു കഴിഞ്ഞാൽ ദേ വിൽ കോൾ മീ, ഡാഡി ആണെങ്കിലും ഉമ്മ ആണെങ്കിലും എന്നെ വിളിക്കും. ഞാൻ അങ്ങോട്ട് വിളിക്കും, ഞാൻ വന്ന കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഞാൻ പറയും. അത്രേ ഉള്ളൂ. അവരെന്നെ അതിൻ്റെ പേരിൽ ഇപ്പം കാര്യം, ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ അവരെന്നെ മിണ്ടാതിരിക്കാനും പിണങ്ങിയിരിക്കാനും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പാപ്പാക്കും ഉമ്മക്ക് അതിന് മാത്രമേ നേരം കാണുള്ളൂ. സോ അവർക്ക് മനസ്സിലായി പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത്. സോ അവരെന്നെ എൻ്റെ വഴിക്ക് വിട്ടു. ദാറ്റ്സ് മൈ ജേർണി ഓഫ് ഫ്രീഡം. സോ ഐ വാണ്ട് ടു ടെൽ യു ദാറ്റ് ഇഫ് യു വാണ്ട് സംതിങ് യു ഹാവ് ടു ഡു സംതിങ് ഫോർ ദാറ്റ്. അതല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് എൻ്റെ അച്ഛനും അമ്മയും എന്നെ എവിടെയും വിടുന്നില്ല എന്ന് പറഞ്ഞ് പഠിക്കാൻ വിട്ടിട്ട് പഠിക്കാതെ ജോലിക്ക് ട്രൈ ചെയ്യാണ്ട് വീട്ടിൽ കയറി ഇരുന്നിട്ട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. സോ
ജസ്റ്റ് പ്രൂവ് ദം. പിന്നെ ഒരു സംഭവമാണ്, നമ്മളെ കൊണ്ട് ഇത് പറ്റുമെന്നുള്ളത് അവരെ പ്രൂവ് ചെയ്ത് കൊടുക്കുക. ഐ ക്യാൻ ട്രാവൽ, എന്താ പറയുക, ഐ ക്യാൻ ട്രാവൽ, ഞാൻ സേഫ് ആയിരിക്കും. നമുക്ക് പുറത്ത് ഒരു ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം എന്നെ സംബന്ധിച്ചോളം എനിക്കിപ്പോൾ ചാനൽ തുടങ്ങിയതുകൊണ്ട് ഏറ്റവും വലിയ യൂസ്ഫുൾ അതാണ്. ഇപ്പം ഡാഡിക്ക് തന്നെ ഞാൻ വന്നപ്പോൾ ഇവിടെ എന്തൊക്കെയാ നടന്നതെന്നും ഞാൻ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതെന്നുള്ളത് ഹി ക്യാൻ സീ ദാറ്റ്. അപ്പം അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് എന്നെ സംബന്ധിച്ചോളം. അപ്പം അത് പിന്നെ പാരൻസിനെ സംബന്ധിച്ചോളം നമ്മൾ എത്ര വളർന്ന് വലുതായാലും എത്രത്തോളം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമ്മൾ കാണിച്ചാലും അവരുടെ മുമ്പിൽ നമ്മളെപ്പോഴും ഒരു കൊച്ചു കുട്ടിയെ പോലെയാണ്. സോ പ്രൂവ് ദം നമ്മൾ വലുതായി എന്നുള്ളതും നമുക്കിതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത്, നമ്മൾ സേഫ് ആയിരിക്കും, നമ്മൾ സ്ട്രോങ് ആണെന്നുള്ളതൊക്കെ പ്രൂവ് ചെയ്യുക. അപ്പോൾ പതുക്കെ അവരും മാറും. അധികം നമ്മളെ വീട്ടുകാരെ വെറുപ്പിക്കാണ്ട്, എന്നാൽ നമ്മളെ സന്തോഷങ്ങളൊന്നും കോംപ്രമൈസ് ചെയ്യാണ്ട് സമാധാനത്തോടെ സന്തോഷത്തോടു കൂടിയും ജീവിക്കുക. അതാണ് ഇപ്പോൾ എൻ്റെ തിയറി. ഇനി എൻ്റെ ഈ ഒരു ഫ്രീഡം നഷ്ടപ്പെടുന്നത് എപ്പോഴായിരിക്കും? മേ ബി ഇനി എങ്ങാനും ഞാൻ വല്ല കല്യാണം എങ്ങാനും കഴിക്കുന്നുണ്ട് എങ്കിലായിരിക്കാം. പക്ഷേ ഒരിക്കലും ഞാൻ ഇനി അങ്ങനെ ഒരു കല്യാണം ഞാൻ കഴിക്കത്തില്ല എന്ത് വന്നാലും. ആൻഡ് എനിക്കേ അറിയുള്ളൂ ഇതിന് പിന്നിൽ ഞാൻ എടുത്ത കഷ്ടപ്പാടും ഞാൻ എടുത്ത എഫേർട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. സോ എന്നെ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഇതാണ് ഞാൻ. ചിലപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞാലും ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ സോളോ ട്രിപ്പ് ഇറങ്ങി പോകും, വല്ലപ്പോഴെങ്കിലും പോകും എന്ന്, അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അതിനെ ഒന്നും ക്രിട്ടിസൈസ് ചെയ്യാത്ത ഒരു ആളെ മാത്രമേ ഞാൻ ഇനി അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അതല്ലാണ്ട് ആ ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞതൊന്നും എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. ബിക്കോസ് മൈ പ്രയോറിറ്റി ഈസ് മൈ ലൈഫ്, മൈ ഫ്രീഡം, മൈ ഹാപ്പിനെസ് ആൻഡ് മൈ പീസ്. അത് തന്നെയാണ് എൻ്റെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി. അത് കഴിഞ്ഞേ എന്തും വരുന്നുള്ളൂ. സോ ഇഫ് യു ആർ തിങ്കിങ് ലൈക്ക് ദാറ്റ്, ഈ പറയുന്ന ചില ആൾക്കാർ പറയുന്നുണ്ട് ഇങ്ങനെ തോന്നിയ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ കുടുംബജീവിതം ഉണ്ടാവത്തില്ല, ഇങ്ങനെ ഒറ്റയ്ക്ക് അങ്ങ് ജീവിക്കേണ്ടി വരും എന്നുള്ളത്. പക്ഷേ ആക്ച്വലി നമുക്കിതൊന്നും കോംപ്രമൈസ് ചെയ്യാണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാൾ, അതായത് നമ്മളെ വേറെ ഒന്നും കൊണ്ടല്ലാണ്ട് ആക്ച്വലി നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മൾ ഹാപ്പി ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും. ആ ഒരു പ്യുവർ ലവ് ഉണ്ട് എങ്കിൽ ഒബ്വിയസ്ലി നമ്മളെ സന്തോഷങ്ങൾക്കൊന്നും അവരൊരിക്കലും ഒപ്പോസ് ചെയ്യത്തില്ല, അവർ ഒന്നിനും തടസ്സം നിൽക്കത്തില്ല, ഒരു സ്നേഹമുള്ള ഒരാൾ. സോ അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല ഇതും ഫാമിലി ലൈഫും കൂടെ ഒരുമിച്ച് നമുക്ക് ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത്. പറ്റും. ലവ് ഈസ് മാറ്റേഴ്സ് എന്ന് പറയത്തില്ലേ. സോ ദാറ്റ് ഈസ് മൈ ഫ്രീഡം ജേണി. അപ്പോൾ ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഒന്നും അത്ര എളുപ്പമായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ പറയാണ്, 2015 ഞാൻ എൻ്റെ വീട്ടിൽ ഐ വാസ് ഇൻ എ വെരി വെരി ബാഡ് കണ്ടീഷൻ. ഒന്ന് അനങ്ങാൻ പോലുള്ള ഫ്രീഡം ഇല്ലായിരുന്ന ഞാൻ 10 വർഷങ്ങൾക്കിപ്പുറം ടുഡേ ഐ ആം ഹിയർ. ഇതുപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഞാൻ ഒറ്റയ്ക്ക് വന്ന് ഐ ആം ജസ്റ്റ് എൻജോയിങ്. 10 വർഷം ആലോചിക്കണം, 10 വർഷം എടുത്തു. ഐ എം ഫീലിംഗ് സോ പ്രൗഡ് അബൌട്ട് മൈ സെൽഫ്. വെൽ ഡൺ മൈ ഗേൾ. Okay, so if you like this video, just go and watch my Ooty vlog. അതിൽ you can see how beautiful the trip was. ആൻഡ് എത്ര അടിപൊളിയായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഞാനുമായിട്ട് ഞാൻ അത്രയും ഹാപ്പി ആയിട്ട് ഒരു ട്രിപ്പ് ഞാൻ എൻജോയ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ആർക്കെങ്കിലുമൊക്കെ ഒരാൾക്ക് അതൊരു മോട്ടിവേഷൻ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഒരു ഇൻസ്പിറേഷൻ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ടു ഫൈറ്റ് ഫോർ യുവർ ഫ്രീഡം. ഒരിക്കലും ഗിവ് അപ്പ് ചെയ്ത് കൊടുക്കാതിരിക്കുക. ലൈഫിൽ പല പ്രശ്നങ്ങൾ വരും, പല തരത്തിൽ നമ്മളെ ആൾക്കാർ നമ്മളെ ബ്ലോക്ക് ചെയ്യും. ബട്ട് യു ഹാവ് ടു ഫൈറ്റ് until we reach the point. And if you like this video, do like, share, subscribe and comment your feedback. Bye.